അപ്പോൾ ഒരു വീഡിയോ പറയാട്ടോ, പറയാം എന്താണ്. അതെ, അടിപൊളിയായില്ലേ കാണാൻ? അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നെടുത്തതായി വീഡിയോ. എങ്ങനെയുണ്ട്? കാണാൻ കൊള്ളാമോ? ഭംഗിയില്ലേ? ഹലോ, അപ്പോൾ നമസ്കാരം. ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബർത്ത്ഡേയുടെ ഒന്ന് വിഷ് ചെയ്താൽ മതി എന്നാണ് കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അപ്പോൾ ഒന്ന് വടക്കനാഥനിക്ക് വന്ന് പതിവുമാതിരി നടക്കലൊന്നും നടന്നില്ല. അകത്ത് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളൊരു നടക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ, പുറത്തേക്ക് പോകലൊന്നും നടന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്നാലും വരുന്ന സ്ഥലത്ത്, സ്ഥിരമുള്ള സ്ഥലത്ത് നമ്മളങ്ങനെ അങ്ങനെ പറ്റില്ലല്ലോ. ഇവിടെ വന്നിട്ട് വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് തന്നെ ഒന്ന് പറയണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഫേസ്ബുക്ക് പേജിൽ കുറേ പേരുണ്ട്. അവരോടൊക്കെ പേഴ്സണലി എല്ലാവരോടും നന്ദി പറയാണ്. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണല്ലോ ഈ പേജിലെ ആൾക്കാർ വരുന്നതും എല്ലാം. അതാണ് കേട്ടോ ഒരു സന്തോഷം. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടുമെന്നുള്ളൂ. അപ്പോൾ ഇനി പോവുകയാണ്. ബർത്ത്ഡേക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എന്നാലും വിഷസ് കുറേ പേര് അയക്കുന്നുണ്ട്, അവർക്കൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി ഒരു സെക്കൻഡെങ്കിലും എടുത്തിട്ട് അതിൽ വന്ന് ആശംസകൾ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമല്ല. പിന്നെ ഇനി ഗിഫ്റ്റുകൾ അയച്ചവരുണ്ട്, ശ്രീഗീത, അനാമിക, അഞ്ജു, കിനൻ, അങ്ങനെ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇപ്പോൾ ഈ ഗിഫ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളെനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളെനിക്ക് തരുന്ന സമയമാണ് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ സമയം കമൻ്റായിട്ടും എൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടും ഒക്കെ തരുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ ലോകത്ത് വരാൻ സാധിച്ചതിൽ തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഇനി അങ്ങോട്ടുള്ള സമയത്തും എന്നെക്കൊണ്ട് ആവുന്ന മാതിരി നല്ല വീഡിയോസ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനും എനിക്ക് സാധിക്കട്ടെ എന്നാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക് യു ഓൾ, താങ്ക് യു. എന്താ പറയുക, ഈ വഴിയിൽ നടക്കുമ്പോഴേ മറ്റേ പണ്ട് നമ്മുടെ കേരള നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ പോകാറുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്ന് ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം വടക്കേ സ്റ്റാൻഡ് അവിടെയാണല്ലോ, അപ്പോൾ അതൊരു എളുപ്പവഴിയാണ്. പിന്നെ ട്യൂഷനൊക്കെ തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ വരുന്ന സമയത്ത് വടക്കേ സ്റ്റാൻഡിലേക്ക് വരാനുള്ള എളുപ്പവഴി ഈ ഒരു മാർഗ്ഗമായിരുന്നു, ഇത് കൂടെയായിരുന്നു വന്നിരുന്നത്.